നമസ്കാരം. പ്രധാന വാർത്തകൾ. മോഹൻലാലിന് ആദരവ് നൽകാൻ സംസ്ഥാന സർക്കാർ. പ്രവേശനം സൗജന്യം. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ആദരവ് ഇന്ന്. മലയാളം വാനോളം ലാൽസലാം എന്ന പേരിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ ആദരിക്കും. സൗജന്യമായി പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 100 വർഷം തികയുന്ന മലയാള സിനിമയിൽ മോഹൻലാലിന്റെ കലാജീവിതം 50 വർഷത്തിലേക്ക് കടക്കുമ്പോൾ മലയാളക്കര നൽകുന്ന ആദരവ് കൂടിയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിന് കൈമാറുന്ന കവി പ്രഭാവർമ്മ എഴുതിയ പ്രശസ്തി പത്രം ഗായിക ലക്ഷ്മിദാസ് കവിതയായി ചടങ്ങിൽ ആലപിക്കും. വീണ്ടും പേവിഷബാധ മരണം. പത്തനംതിട്ടയിൽ സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധയേറ്റ് മരണം. 65-കാരിയായ പത്തനംതിട്ട സ്വദേശിനി കളർ നിൽക്കുന്നതിൽ കൃഷ്ണമ്മയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ് കൃഷ്ണമ്മയെ തെരുവുനായ കടിച്ചത്. തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണമ്മയെ കടിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. മെട്രോ പില്ലറിൽ ബൈക്കിടിച്ച അപകടം. ആലപ്പുഴ സ്വദേശിയായ യുവാവും യുവതിയും മരിച്ചു. ആലപ്പുഴ സ്വദേശി സൂരജ്, സുഹൃത്ത് തൃശൂർ സ്വദേശി ശ്വേത എന്നിവരാണ് മരിച്ചത്. വൈറ്റിലേക്ക് അടുത്ത് ചമ്പക്കരയിൽ വെച്ചാണ് അപകടം. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ഇരുവരുടെയും മൃതദേഹം വെൽകെയർ ആശുപത്രി മോർച്ചറിയിൽ. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മൈം ഷോ. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം ഷോ നടത്തിയതിൽ നടപടി. സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നലെയാണ് സംഭവം. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം മുഴുമിക്കുന്നതിന്റെ മുമ്പേ അധ്യാപകൻ കർട്ടൻ താഴ്ത്തുകയായിരുന്നു. ഇന്ന് നടത്തേണ്ട കലോത്സവവും മാറ്റിവെച്ചു. തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് തീയതി നീട്ടിയത് ഗുണമായി. ടിക്കറ്റ് കിട്ടാനില്ല, തീർന്നുപോയെന്ന് വ്യാപാരികൾ. കനത്ത മഴ കാരണം സെപ്റ്റംബർ 27-ന് നടക്കേണ്ട നറുക്കെടുപ്പ് ഇന്നത്തേക്ക് നീട്ടിയത് തിരുവോണം ബമ്പറിന് ഗുണമായി. നറുക്കെടുപ്പ് ഒരാഴ്ച നീണ്ടതോടെ ബമ്പർ ടിക്കറ്റ് എല്ലാം വിറ്റുപോയ അവസ്ഥയിലാണ്. നാട്ടിലെങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. തിരുവോണം ബമ്പർ മുഴുവൻ വിറ്റുതീർന്നെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കൂടുതൽ സമയം കിട്ടിയതുകൊണ്ടാണ് ഇത്രയും ടിക്കറ്റുകൾ വിൽക്കാനായതെന്നും വ്യാപാരികൾ വിവരിക്കുന്നു. തലസ്ഥാന ജില്ലയിൽ ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണെന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത്. മറ്റ് ജില്ലകളിലെ അവസ്ഥയും മറിച്ചല്ല. ആകെ 75 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റഴിച്ചത്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 14 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ജില്ലയിൽ മാത്രം വിറ്റുപോയത്.